ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1459 ദിവസമായ ഇന്ന് 2025 മെയ് മാസം 13 ചൊവ്വാഴ്ച. 1200 മേടമാസം 30 ഗുരുവചനങ്ങളിലൂടെ. സംഘടനയുടെ ഉദ്ദേശ്യം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കാലത്തിൻ്റെ അലറിയെടുക്കുന്ന കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും ഭേദിച്ച് നൂറ്റാണ്ടുകളായി പൂർവികന്മാർ അനന്തമായ ജീവിതസാഗരത്തിൽ സ്വേച്ഛ പോലെ വിഹരിക്കുവാൻ ഉപയോഗിച്ചു പോന്ന മഹാനൗക നങ്കൂരവും പാമരവുമില്ലാതെ അനിവാര്യമായ നാശത്തിലേക്ക് ആഞ്ഞുലഞ്ഞ് ഒഴുകിമറയുന്നത് കണ്ടു നിൽക്കുവാനുള്ള ഹൃദയമില്ലാത്ത ഭാരതത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഒന്നിനു പുറകെ ഒന്നായി മഹാത്മാക്കൾ എങ്ങനെയും പൂർവ്വസമ്പത്തിനെ രക്ഷിക്കുവാൻ ആവേശപൂർവം ആകാംക്ഷാപൂർവം മുന്നോട്ട് വന്നു. അവരിൽ ചിലരെല്ലാം പ്രാർത്ഥനാപൂർവം വിണ്ണിലേക്ക് കണ്ണുകളുയർത്തി ഭാവി ശ്രേയത്തിനു വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. മറ്റു ചിലർ ഇവരെക്കാൾ കൂടുതൽ വികാരതരളിതരായി പുതിയ വെല്ലുവിളികളോട് ഏറ്റുമുട്ടി നിസ്സന്ദേഹം വീരമൃത്യു വരിച്ചു. എന്നാൽ അവധാനപൂർവം ആപത്തിൻ്റെ സ്വഭാവം നോക്കിക്കണ്ട് മനസ്ഥൈര്യത്തോടുകൂടി കലങ്ങിയ വെള്ളത്തിലേക്കിറങ്ങി അനുനിമിഷം മുങ്ങിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ കപ്പലിനെ പ്രായോഗികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുവാനുള്ള കഴിവും കുശലതയും അപൂർവം ചിലർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഞ്ഞടിക്കുകയും പിന്നോക്കം വലിയുകയും ചെയ്തുകൊണ്ടിരുന്ന വിരുദ്ധമായ സ്വാധീനങ്ങളുടെ തിരിക്കുഴിയിൽ നീന്തുവാനുള്ള സാമർഥ്യം എല്ലാവർക്കും എപ്പോഴും ലഭിക്കുന്നതല്ല. ഇതൊരു കുഴഞ്ഞ പ്രശ്നം തന്നെയാണ്. പഴയ മഹിമയുടെ കെട്ടടങ്ങിയ തീക്കൊള്ളിയിലെ അവസാന പുരിയിൽ നിന്നും വീണ്ടും ഒരു പന്തം കൊളുത്തി ഭാവി ജനതയുടെ സുരക്ഷിത ഹസ്തങ്ങളിലേക്ക് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഭൂതകാലത്തിൻ്റെ ശ്രേഷ്ഠമായ മൂല്യങ്ങളെ ഭാവിയുടെ മലർവാടിയിൽ വീണ്ടും വീണ്ടും പുഷ്പിക്കുവാനുള്ള പശ്ചാത്തലമൊരുക്കുവാൻ കഴിയുകയുള്ളൂ. ഇതായിരുന്നു ഗുരു തൻ്റെ ഏറ്റവും വലിയ കർത്തവ്യമായി കരുതിയത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.